കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. എല്ലാ ഭക്തരും വരിക, നമുക്ക് ഗുരുവായൂർ പോവല്ലേ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു അത്രേ, തൊഴാൻ പോവല്ലേ. എന്നാൽ വരൂ കേട്ടോ, പോന്നോളൂ, കൂടെ പോന്നോളൂ, നമുക്ക് എല്ലാവർക്കും കൂടി തൊഴാം. അങ്ങനെ നമ്മളിപ്പോൾ ഗുരുവായൂരെത്തി. ഗുരുവായൂരതാ ആ നടയുടെ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ തൊഴാൻ പോവുകയാണ്. ഗോപുരവാതിലിൻ്റെ അവിടെ എത്തി. ഗോപുരവാതിൽ കഴിഞ്ഞു, ആ വാതിൽ മാടത്തെത്തി. നമ്മളങ്ങനെ പതുക്കെ നോക്കുമ്പോൾ ശ്രീലകത്ത് നല്ല വെളിച്ചം കാണുന്നു. ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ, സ്വർണ്ണവിളക്കിൻ്റെ പ്രഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണുകയാണ് നമ്മൾ ഓരോരുത്തരും കേട്ടോ. എല്ലാവരും നമ്മൾ ഗുരുവായൂരപ്പനെ കാണുകയാണ്. അപ്പോൾ ആ സൈഡിലൂടെ അങ്ങനെ നടക്കുക നമ്മൾ. അങ്ങനെ നടന്ന് ആ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴും അതാ ഗുരുവായൂരപ്പൻ. അപ്പോൾ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്താ രസം എന്നറിയോ. ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെ കേട്ടോ. ഇന്ന് ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണനാണ്. ഇന്ന് തുണിയൊന്നും എടുക്കാത്ത ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. കോണകമൊന്നുമില്ല. അയ്യോ എന്താ ഒരു രസം. ഇന്നേ വളരെ രസമായിട്ടിരിക്കുക. അന്ന് എന്തോ ഷാഢ്യത്തിലൊക്കെ ഇതൊന്നും ഇടാതെ, കോണകമൊന്നും എടുക്കാത്ത കിങ്ങിണി, ഒരു കയ്യിൽ കിങ്ങിണി ഉണ്ട്, ഇടത്തെ കയ്യിൽ കിങ്ങിണി അതാ പിടിച്ചുള്ളൂ. ആ കിങ്ങിണിയൊന്നും കെട്ടാൻ സമ്മതിക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ അമ്മൂടെ എന്തോ പ്രശ്നമായിട്ടാണെന്നുണ്ട്. അത് അമ്മ കുളിപ്പിച്ച് നിർത്തിയപ്പോഴുള്ള അതിൽ എണീച്ച് പോകുന്നതാണോന്നും അറിയില്ല. എന്തായാലും വളരെ കേമായിട്ട് അതിങ്ങനെ കാണുന്നു കേട്ടോ. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാലേ നല്ല, ആ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളെ നഗ്നത മറച്ചിട്ടുണ്ട്. ആ പൊന്നുണ്ണിക്കാണൻ, ആ കൊച്ചുണ്ണിനെയൊക്കെ അങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ്. ഒരു നാണത്താൽ നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണോ, വാശി കൊണ്ട് നിൽക്കുന്നതാണോ എന്താ അറിയില്ല. നല്ല രസമായിട്ട് കാണുന്നു. ആൾ നമ്മളെ നോക്കിയിട്ടേ ചിറിച്ച് മറിയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും ആളിന്ന് നല്ല സന്തോഷത്തിലാണ്. നമ്മളെ കണ്ടിട്ടേ നമ്മളെല്ലാ ഭക്തരും കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് കളഭാലങ്കാരും ഉച്ചപൂജയൊക്കെ ഉണ്ടായത് കക്കാട് കിരണാനന്ദോദിക്കനാണ്. വളരെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചാർത്ത് നമ്മൾ കണ്ടുവല്ലോ. എന്താ ഒരു രസമല്ലേ. ആ ശ്രീലകത്തെങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ, ഒന്നും ഇടാതെ നിൽക്കണം പൊന്നുണ്ണിക്കണ്ണൻ. അതൊരു കാഴ്ച തന്നെയാണ്. നാണം മറിച്ചേണ്ടത് ആ വലിയ എന്താ പറയുക, വലത്തെ കൈ കൊണ്ടാണ്. അപ്പോൾ കെട്ടാനായിട്ട് സമ്മതിക്കണമില്ല ഈ കിങ്ങിണി. അപ്പോൾ അത് ആ കിങ്ങിണി ഇങ്ങനെ പിടിച്ച് നിൽക്കുക. എന്നാൽ ഞാൻ ഇപ്പോൾ വരാട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രസമായിട്ടത് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ. എല്ലാവരും കൂടെ പോകുന്നില്ലേ. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടതായിട്ട് എല്ലാവരുടെയും മനസ്സ് എൻ്റെ കൂടെ അങ്ങോട്ട് സഞ്ചരിച്ചു. ആ ഗുരുവായൂർ അങ്ങോട്ട് എത്തി. നമ്മളൊക്കെ കണ്ടു കേട്ടോ. എന്താ ഒരു രസം. അത് നല്ല രസമാണ്. ആ കയ്യിലൊക്കെ അതാ 2 കൈവളകളുണ്ട്, കാൽത്തളകളും ഒക്കെ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. അലങ്കാരമൊക്കെ ഉണ്ട്. പക്ഷേ ആള് കോട കൊടുത്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അതാണ് രസം. ആ കോട കൊടുക്കാൻ സമ്മതിക്കാഞ്ഞിട്ടാണോ അതോ എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കണു. എല്ലാവരും കാണുന്നുണ്ട്, നമ്മളെയൊക്കെ നോക്കി ചിരിക്കണുകൊണ്ടാണ്. നമ്മൾ അങ്ങോട്ട് ചിരിക്കണതിന് പകരമായിട്ട് മൂപ്പര് ഇങ്ങോട്ട് നമ്മളെ നോക്കി ചിരിക്കുക. നല്ല രസമായിട്ടത് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ജലദോഷത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും നമ്മളിപ്പോൾ ആ ഗുരുവായൂരപ്പനെ ആ നടയിൽ സോപാനപ്പടിയിൽ പോയി നിന്ന് ഇങ്ങനെ ദർശിച്ചപ്പോഴേ അതൊരു നല്ല കാഴ്ച. പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ടേ. ആ പീലി തിരുമുടിയൊക്കെ ഇങ്ങനെ കെട്ടി, ആ പീലി 2-3 പീലിയുണ്ട്. അതൊക്കെ ഇങ്ങനെ കാഴ്ച കാണാൻ എന്താ ഒരു കൗതുകം എന്നറിയും. എല്ലാതും ഉണ്ട്, പക്ഷേ ഇത് മാത്രമാണ് ഇല്ലാത്തത്. എന്തായാലും നന്നായിട്ടുണ്ടെന്ന്. ഭഗവാൻ അത് ഇഷ്ടമായി എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണിക്കാൻ നിൽക്കുകയാണ്. നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുക പൊന്നുണ്ണിക്കണ്ണൻ, വികൃതിക്കുട്ടൻ. അപ്പോൾ എല്ലാവർക്കും
ആ ഗുരുവായൂരപ്പൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും കഷ്ടതകളും വിഷമങ്ങളൊക്കെ മനസ്സിലാണ് പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും. എല്ലാതും ഗുരുവായൂരപ്പൻ ആ ഭഗവാങ്കൽ ആ മഹാപ്രഭുവിൻ്റെ അടുത്ത് കാൽപാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ച പോലെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വിഷമങ്ങളും നമ്മൾ മൂപ്പരുടെ സതീർത്ഥനായ സുധാമാവിൻ്റെ കുചേലൻ്റെ എല്ലാ കഷ്ടങ്ങളും ഒക്കെ തീർത്തു കൊടുത്തില്ലേ. അപ്പം നമ്മളൊക്കെ ഗുരുവായൂരപ്പ ഭക്തരല്ലേ. ആ എല്ലാ ഭക്തരെയും കൈവിടില്ല. അപ്പോൾ ആ ഒരൊറ്റ ഉറപ്പിൽ അങ്ങോട്ട് ജീവിക്കുക. കൃഷ്ണ ഗുരുവായൂരപ്പാ എന്നുള്ളൊരു വിളി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ